so long. We've been waiting for this time to. ഹായ് ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഉപമ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ വർഷം തുടങ്ങല്ലേ. നമുക്ക് വീട്ടിൽ ഉള്ള പഴങ്ങൾ കുറേ പഴുത്ത് പോകുന്നുണ്ടാവില്ലേ. ഒരു ബനാന കേക്ക് ഉണ്ടാക്കിയാലോ. ബനാന ഇഷ്ടം പോലെ പഴുത്തിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ചെറുതാണ് 2 എണ്ണം. അപ്പം 2 അര എടുത്തു. വലുതാണെങ്കിൽ 2 എണ്ണം മതി കേട്ടോ. 2 പഴം, 1 കപ്പ് മൈദ, ഒരു 1/2 കപ്പ് ഷുഗർ പൊടിച്ചത്, ഒരു 1/2 സ്പൂണ് സിനമൺ പൗഡർ, 1/4 കപ്പ് നെയ്യ്, ഇത്രയും വേണം. ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡറും, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും, ഒരു പിഞ്ച് ഉപ്പ്. ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ആദ്യമായി നമുക്ക് ഈ പഴം നന്നായി ഒരു ഫോർക്ക് വെച്ച് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്ത ബനാനയ്ക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതും, 1/4 കപ്പ് ബട്ടർ ഉരുക്കിയതും അല്ലെങ്കിൽ നെയ്യ് 1/4 കപ്പ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഘീ നന്നായി മിക്സായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയും, 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡറും, 1 നുള്ള് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂണ് സിനമൺ പൗഡർ, പട്ട പൊടിച്ചത്. ഇത് നന്നായി സീവ് ചെയ്യാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. മെല്ലെ മിക്സ് ചെയ്താൽ മതി. ഓവൻ പ്രീഹീറ്റ് ചെയ്ത സമയം കൊണ്ട് നമുക്ക് ഒരു ഗ്രീസ് ചെയ്ത ചെറിയൊരു ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ടൊക്കെ അത് ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് മൈദ ഇങ്ങനെ തട്ടി കൊടുക്കുക. അത് അടിയിൽ പിടിക്കാണ്ടിരിക്കാനാണ്. ഒരു 5 കാഷ്യൂ നട്ട്, ഒരു 4 കിസ്മിസ്, ഒരു 2 ഡേറ്റ്സ്, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി, ഇത്രയും കട്ട് ചെയ്ത് ഈ മിക്സിലേക്ക് ചേർക്കാം. ഗ്രീസ് ചെയ്ത ട്രേയിലേക്ക് മിക്സ് ആക്കി കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കണം. അതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോട്ടെ. ഇനി ഇത് നമ്മൾ ഓവൻ സെറ്റപ്പിൽ ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു റൗണ്ട് വെച്ച് നല്ലൊരു അടപ്പ് വെച്ച് 5 മിനിറ്റ് സ്റ്റൗവിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. കേക്ക് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു ഫോർക്കോ എന്തെങ്കിലും കുത്തി നോക്കിയാൽ മതി. ഓക്കെ, വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് റെഡി ആയി കഴിഞ്ഞു. ഇന്നങ്ങനെ നമ്മൾ ബനാന കേക്ക് 15 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി. കാരണം ചില പഴത്തിന് അങ്ങനെ, ഇപ്പോൾ ചില പഴത്തിനനുസരിച്ച് പഴത്തിൻ്റെ പഴുപ്പ് അതെല്ലാം മാറുമ്പം വേവിൻ്റെ ഡിഫറൻസ് വരും. അപ്പം നമ്മളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം, ഒന്ന് കുത്തി നോക്കണം. അപ്പോൾ വെന്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ചിലപ്പോൾ പഴത്തിനനുസരിച്ചും ഓവൻ്റെ ചൂടിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓവൻ സെറ്റപ്പിൻ്റെ ചൂടിനനുസരിച്ചൊക്കെ മാറും. അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാതിരിക്കരുത്. ഹായ് ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.